സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് രണ്ട് പ്രധാന വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കുകയാണ്. അതെ. ഒന്ന്, ലോക വ്യാപാര സംഘടന, അതായത് WTOയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന ഒരു വ്യാപാര തർക്കം. ഉം, രണ്ട്, ലോകം മുഴുവനുമുള്ള നമ്മുടെ ഇന്ത്യൻ പ്രവാസി സമൂഹം, അവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ. ശരിയാണ്. ഇവ രണ്ടും ഒറ്റനോട്ടത്തിൽ ബന്ധമില്ലെന്ന് തോന്നാം, പക്ഷേ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, സമ്പദ്വ്യവസ്ഥ, നയതന്ത്രം ഇതൊക്കെ എങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്ന് നമുക്ക് കാണാം. തീർച്ചയായും. അപ്പോ ആദ്യം WTOയിലെ കാര്യം തന്നെ എടുക്കാം. എന്താണ് അവിടെ ഇപ്പൊ സംഭവിക്കുന്നത്? അതായത് അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ചില വാഹനങ്ങൾ, പ്രധാനമായും പാസഞ്ചർ കാറുകൾ, പിന്നെ ലൈറ്റ് ട്രക്കുകൾ, അവയ്ക്കും അവയുടെ ഭാഗങ്ങൾക്കും ഒരു 25% അധിക ഇറക്കുമതി തീരുവ ചുമത്തി. 25%? അത് വലിയ തുകയാണല്ലോ. അതെ. ഇതിനെതിരെയാണ് ഇന്ത്യ ഇപ്പോൾ WTOയെ സമീപിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു $724 മില്യൺ നഷ്ടം കണക്കാക്കുന്നുണ്ട് ഇന്ത്യ. അത്രയും മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഒരു പ്രതികാര തീരുവ ചുമത്താൻ അനുമതി ചോദിക്കുകയാണ്. ഓക്കേ. അപ്പോ അമേരിക്കയുടെ ഈ നടപടി തെറ്റാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ് എന്ന് പറയാൻ ഇന്ത്യയുടെ വാദം എന്താണ്? ഇന്ത്യ പറയുന്നത് അമേരിക്കയുടെ ഈ നടപടി ശരിക്കും ഒരു സംരക്ഷണ നടപടിയാണ്, ഒരു സേഫ് ഗാർഡ് മെഷർ. സേഫ് ഗാർഡ് മെഷർ. അതെ. അതായത് സ്വന്തം രാജ്യത്തെ വ്യവസായത്തെ ഇറക്കുമതിയുടെ ഒരു കുത്തൊഴുക്കിൽ നിന്ന് സംരക്ഷിക്കാൻ താൽക്കാലികമായി എടുക്കുന്ന നടപടി. WTOയുടെ നിയമങ്ങൾ, പ്രത്യേകിച്ച് GATT 1994, പിന്നെ സേഫ് ഗാർഡ് കരാർ, അഗ്രിമെന്റ് ഓൺ സേഫ് ഗാർഡ്സ്, AOS എന്നൊക്കെ പറയുന്ന ചില ഉടമ്പടികളുണ്ട്. അതനുസരിച്ച് ഇത്തരം നടപടികൾ എടുക്കുന്നതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. എന്താണ് ആ ചിട്ടവട്ടങ്ങൾ? അത് അമേരിക്ക പാലിച്ചില്ല എന്നാണോ? അതെ. പ്രധാനമായും ഈ സേഫ് ഗാർഡ് കരാർ പറയുന്നത് ഇത്തരം നടപടി താൽക്കാലികമായിരിക്കണം, എല്ലാ രാജ്യങ്ങളോടും ഒരുപോലെയായിരിക്കണം, അതായത് വിവേചനം പാടില്ല. ഓക്കേ. ഏറ്റവും പ്രധാനം, ഈ നടപടി എടുക്കുന്നതിന് മുൻപ് ബാധിക്കപ്പെടുന്ന രാജ്യങ്ങളുമായി ശരിയായ രീതിയിൽ കൂടിയാലോചനകൾ നടത്തണം. കൺസൾട്ടേഷൻസ്. അതെ. ഇവിടെ അമേരിക്ക ആ കൂടിയാലോചനകൾ നടത്തിയില്ല. അതാണ് ഇന്ത്യയുടെ പ്രധാന പരാതി. ഇത് WTO നിയമങ്ങളുടെ ലംഘനമാണ് എന്നാണ് ഇന്ത്യ വാദിക്കുന്നത്. AOS ആർട്ടിക്കിൾ 8 പ്രകാരം ആ ചർച്ച നടക്കാത്തതുകൊണ്ട് US കൊടുത്ത ചില വ്യാപാര ഇളവുകൾ താൽക്കാലികമായി റദ്ദാക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്നും പറയുന്നു. അപ്പോ ഈ പ്രതികാര തീരുവ എന്ന് പറയുന്നത് ഒരു തരം തിരിച്ചടിയാണോ, ശിക്ഷയാണോ? ശിക്ഷ എന്ന വാക്ക് ഒരുപക്ഷെ ശരിയാവില്ല. ഇതൊരു റീബാലൻസിംഗ് ആണ്. WTO നിയമം ലംഘിച്ച് ഒരു രാജ്യം മറ്റൊരാൾക്ക് നഷ്ടമുണ്ടാക്കിയാൽ നഷ്ടം പറ്റിയ രാജ്യത്തിന് ആ നഷ്ടത്തിന് തുല്യമായ ഒരു പ്രതികരണം നടത്താൻ WTO അനുവദിക്കും. അത് ചിലപ്പോൾ നിയമം ലംഘിച്ച രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കൂട്ടിയാകാം, അല്ലെങ്കിൽ അവർക്ക് നൽകിയ ഇളവ് പിൻവലിച്ചാകാം. ലക്ഷ്യം എന്താന്ന് വെച്ചാൽ നിയമലംഘകരെ ചർച്ചയിലേക്ക് കൊണ്ടുവരിക, നിയമം അനുസരിപ്പിക്കുക. അതാണ്. ഓക്കെ, വ്യക്തമായി. അപ്പോ ഒരു ഭാഗത്ത് ഈ കർശനമായ നിയമങ്ങളുടെയും തർക്കങ്ങളുടെയും ലോകം. ഇനി നമുക്ക് മറ്റു വിഷയത്തിലേക്ക് വരാമല്ലേ? അല്ലേ. അതായത് പ്രവാസി സമൂഹം. ഇന്ത്യയ്ക്ക് ലോകമെമ്പാടും ഒരു വലിയ പ്രവാസി സമൂഹമുണ്ട്. ഏതാണ്ട് 3.5 കോടി ആളുകൾ. അവരെ സർക്കാർ രാഷ്ട്രദൂതർ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായും. ഇതിലിപ്പോൾ സർക്കാർ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഗിരിമിത്രർ. അവരുമായുള്ള ബന്ധം പുതുക്കാനും ശക്തിപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. ഗിരിമിത്രർ, ആ പേര് ഞാൻ ആദ്യമായി കേൾക്കുകയാണ്. ആരാണവർ? എന്താണ് അവരുടെ ചരിത്രം? അതെ. ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത്, ഏകദേശം 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമൊക്കെ, പ്രധാനമായും ഇന്നത്തെ ബീഹാർ, കിഴക്കൻ ഉത്തർപ്രദേശ് ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ കാരീബിയൻ ദ്വീപുകൾ, ഫിജി, മൗറീഷ്യസ്, ദക്ഷിണാഫ്രിക്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്തിനു വേണ്ടി? അവിടുത്തെ കരിമ്പിൻ തോട്ടങ്ങളിൽ ജോലി ചെയ്യാനായിട്ട്. ഒരു കരാർ അടിസ്ഥാനത്തിലാണ് കൊണ്ടുപോയത്. കോൺട്രാക്ട് ലേബർ. അതെ. ആ കരാറിനെ എഗ്രിമെന്റ് എന്ന വാക്ക് ഗ്രാമീണമായി ഉച്ചരിച്ച് ഗിരിമിത് എന്നായി മാറി. അങ്ങനെ പോയവരാണ് ഗിരിമിതർ. ഓഹോ, അപ്പോ ആ പേര് വന്നത് എഗ്രിമെന്റിൽ നിന്നാണോ? അതെ. കാലം കഴിഞ്ഞപ്പോൾ പല തലമുറകളായി അവർ അവിടെ ജീവിച്ചു. സ്വന്തം നാടുമായുള്ള ബന്ധം പലർക്കും അറ്റുപോയി. ആ വേലുകൾ കണ്ടെത്താനും ആ ബന്ധങ്ങൾ വീണ്ടെടുക്കാനുമാണിപ്പോൾ ശ്രമം നടക്കുന്നത്. അതിനൊരു ഡാറ്റാബേസൊക്കെ ഉണ്ടാക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നുണ്ട്. അത് വളരെ വളരെ നല്ലൊരു കാര്യമായി തോന്നുന്നു.
തലമുറകൾക്ക് മുൻപ് നാട് വിട്ടുപോയവരുടെ പിൻഗാമികളെ ബന്ധിപ്പിക്കുക എന്നത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ കാര്യം പറഞ്ഞല്ലോ, 6ാം തലമുറയിലുള്ളവർക്ക് വരെ OCI കാർഡ് കൊടുക്കുമെന്ന്. അതെ. എന്താണ് ഈ OCI കാർഡ്? ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇത് ഇന്ത്യൻ പൗരത്വം തന്നെയാണോ? അല്ലല്ല, അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. OCI കാർഡ് ഇന്ത്യൻ പൗരത്വമല്ല. അല്ലേ? ഇത് ഇന്ത്യൻ വംശജരായ പക്ഷേ ഇപ്പോൾ വിദേശ പൗരന്മാരായ ആളുകൾക്ക് ഇന്ത്യയിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാനും പോകാനും ഇവിടെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു ലൈഫ് ലോങ് വിസ പെർമിറ്റ് പോലെയാണ്. ആഹാ, അപ്പോ പ്രത്യേക വിസ വേണ്ട. വേണ്ട. സാമ്പത്തിക കാര്യങ്ങൾ, വിദ്യാഭ്യാസാവകാശങ്ങൾ, ഇതിലൊക്കെ NRIകൾക്ക് കിട്ടുന്ന അതേ പരിഗണന കിട്ടും. പക്ഷെ പൗരത്വത്തിന്റെ പൂർണ്ണ അവകാശങ്ങൾ ഉണ്ടാവില്ല, അല്ലേ? എന്തൊക്കെയാണ് പരിമിതികൾ? പ്രധാനമായും വോട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സർക്കാർ ജോലി, പ്രത്യേകിച്ച് ഉയർന്ന പദവികൾ വഹിക്കാൻ കഴിയില്ല. പിന്നെ ഇന്ത്യയിൽ കൃഷിഭൂമി വാങ്ങാൻ അനുവാദമില്ല. ഇതൊക്കെയാണ് പ്രധാന വ്യത്യാസങ്ങൾ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പൗരത്വമുണ്ടായിരുന്നവർക്കോ അവരുടെ പിൻഗാമികൾക്കോ സാധാരണയായി OCI കിട്ടാറുമില്ല. അപ്പോ ഒരു ബന്ധം നിലനിർത്താനുള്ള പാലം പോലെയാണ്. അതെ, സാംസ്കാരികവും വൈകാരികവുമായ ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ളൊരു മാർഗം. ഈ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇന്ത്യയുടെ UPI പേയ്മെന്റ് സിസ്റ്റം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സ്വീകരിച്ചത്? അത് കരീബിയൻ രാജ്യങ്ങളിൽ ആദ്യമാണെന്ന് കേട്ടു. അതെ, കരീബിയൻ മേഖലയിൽ ആദ്യത്തെ രാജ്യമാണ്. UPI ഇപ്പോൾ ഫ്രാൻസ്, UAE, സിംഗപ്പൂർ, ഭൂട്ടാൻ, നേപ്പാൾ, മൗറീഷ്യസ്, ശ്രീലങ്ക അങ്ങനെ കുറേ രാജ്യങ്ങളിൽ ലഭ്യമായിട്ടുണ്ട്. ശരിയാണ്. ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ രംഗത്തെ വളർച്ചയുടെയും ആഗോള സ്വീകാര്യതയുടെയും തെളിവാണ്. പ്രവാസി ബന്ധങ്ങൾക്ക് ഒരു പുതിയ സാമ്പത്തിക, സാങ്കേതിക തലം കൂടി ഇത് നൽകുന്നുണ്ട്. പിന്നെ എല്ലാ വർഷവും ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ് ആചരിക്കുന്നതും ഈ ലക്ഷ്യത്തോടെയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ദിവസമാണത്. ശരി. അപ്പോ ഇന്ന് നമ്മള് ഇന്ത്യയുടെ ആഗോള ഇടപെടലുകളുടെ 2 വ്യത്യസ്ത മുഖങ്ങളാണ് കണ്ടത്. ഒന്ന്, WTO പോലെ കർശനമായ നിയമങ്ങളും തർക്കങ്ങളും നിറഞ്ഞ വേദി. അതെ. മറുവശത്ത് ദശലക്ഷക്കണക്കിന് പ്രവാസികളുമായുള്ള ചരിത്രപരവും വൈകാരികവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ. ശരിയാണ്. ഒന്ന് വളരെ ഫോർമലായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങൾ. മറ്റൊന്ന് കുറേക്കൂടി ഹൃദയം കൊണ്ടുള്ള ബന്ധങ്ങൾ, സോഫ്റ്റ് പവർ എന്നൊക്കെ പറയാവുന്നത്. ഇവ രണ്ടും ഇന്ത്യയുടെ ആഗോള സ്ഥാനത്തിന് ഒരുപോലെ പ്രധാനമാണ്. തീർച്ചയായും. അപ്പൊ കേൾക്കുന്നവർക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഈ കച്ചവട തർക്കങ്ങൾ, അന്താരാഷ്ട്ര നിയമയുദ്ധങ്ങൾ, അതുപോലെ ഈ പ്രവാസി ബന്ധങ്ങൾ ഊഷ്മളമാക്കാനുള്ള ശ്രമങ്ങൾ, ഇവ രണ്ടും എങ്ങനെയായിരിക്കും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടാവുക? ഒന്നു മറ്റൊന്നിനെ പരോക്ഷമായി സഹായിക്കുന്നുണ്ടോ? ഒരു രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ ഇവയുടെ പങ്കെന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. ഇന്ത്യയിലെ ചരക്ക് സേവന നികുതി, അതായത് GST, അതിൽ ചില മാറ്റങ്ങൾ ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പങ്കുവച്ച ചില വിവരങ്ങൾ നോക്കുമ്പോൾ ഈയിടെ GST വരുമാനത്തിലൊരു കുറവ് വന്നിട്ടുണ്ട്. ഇത് ചില ഘടനാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ഒരു കാരണമായിട്ടുണ്ട്, അല്ലേ? അതെ, തീർച്ചയായും. എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ ഇപ്പോൾ പ്രധാനമാവുന്നത്? എന്തൊക്കെയാണ് ഈ പറയുന്ന നിർദ്ദേശങ്ങൾ? പിന്നെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമുക്കിതൊന്ന് ആഴത്തിൽ സംസാരിക്കാം. ശരിയാണ്. GST വന്നിട്ടിപ്പോൾ 8 വർഷം കഴിഞ്ഞു. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വേണോ എന്നുള്ളൊരു ചിന്ത അത് സ്വാഭാവികമായും വരും. ഈ വരുമാന കണക്കുകൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സൂചന മാത്രം. എന്തുകൊണ്ടിത് സംഭവിച്ചു, ഭാവിയിൽ എന്ത് ചെയ്യാം, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതെ. അപ്പോൾ ആ കണക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ജൂൺ 2025 കണക്ക് നോക്കിയാൽ 1.85 ലക്ഷം കോടി രൂപയാണ് GST വരുമാനം. ഇത് കഴിഞ്ഞ 4 മാസത്തെ ഏറ്റവും കുറഞ്ഞ തുകയാണെന്ന് മാത്രമല്ല, വാർഷിക വളർച്ചാ നിരക്ക് വെറും 6.2%. 4 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വളർച്ച. ഇതൊരു ചെറിയ കാര്യമായി കാണാൻ പറ്റുമോ? ഇല്ല, ഇതൊരു പ്രധാനപ്പെട്ട സൂചന തന്നെയാണ്. കാരണം GST എന്ന് പറഞ്ഞാൽ അതൊരു കൺസംഷൻ ടാക്സ് ആണല്ലോ. അതെ, ഉപഭോഗ നികുതി. അതെ. അപ്പൊ രാജ്യത്തെ ആളുകൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നത് കുറയുമ്പോഴാണ് ഇതിന്റെ വരുമാനം സ്വാഭാവികമായും കുറയുക. ശരിയാണ്. ഇത് ഒരുപക്ഷെ ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ ഒരു മാന്ദ്യം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘടനാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇതൊരു പുഷ് കൊടുക്കുന്നുണ്ട്. 8 വർഷം കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ നിർദ്ദേശിക്കപ്പെടുന്നത്? ഈ ലേഖനങ്ങളിലൊക്കെ എന്താണ് പറയുന്നത്? ഒരു പ്രധാനപ്പെട്ട കാര്യം,
അത് എപ്പോഴും ചർച്ചയിലുള്ളതാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതായത് പെട്രോൾ, ഡീസലൊക്കെ GSTയുടെ കീഴിൽ കൊണ്ടുവരിക എന്നത്. അതെപ്പോഴും കേൾക്കുന്നതാണ്. അതെ. മറ്റൊന്ന്, നിലവിലുള്ള നികുതി സ്ലാബുകളില്ലേ, 5%, 12%, 18%, 28% ഉണ്ട്. അത് ലളിതമാക്കുക. റേറ്റ് റാഷണലൈസേഷൻ എന്ന് പറയും. ചിലപ്പോൾ 2 or 3 റേറ്റുകളായി ചുരുക്കുക. ഓക്കെ. പിന്നെ ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന GST കോമ്പൻസേഷൻ സെസ് ഉണ്ടല്ലോ, നഷ്ടപരിഹാര സെസ്. അതെ, അത് 2026 മാർച്ചിൽ തീരുമല്ലോ. അത് നിർത്തലാക്കുന്ന കാര്യം. അതോടൊപ്പം കേന്ദ്രം പിരിക്കുന്ന സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടാത്ത ചില സെസ്സുകളുണ്ട്. ഓക്കെ, നോൺ ഷെയറബിൾ സെസ്സുകൾ. അതെ, അത് അധികമായി ചുമത്തുന്നത് കുറയ്ക്കണമെന്നും ചില സ്രോതസ്സുകളിൽ പറയുന്നുണ്ട്. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഇത് GSTയിൽ വന്നാൽ ഈ ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയം കുറച്ചുകൂടി ശരിയാകും. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് വരുമാനം നഷ്ടപ്പെടില്ലേ? അതെ, അതാണല്ലോ എപ്പോഴും ഒരു പേടി. തീർച്ചയായും. അതാണിതിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയാം. കാരണം പെട്രോളിയം പിന്നെ മദ്യം, ഇവ രണ്ടും പല സംസ്ഥാനങ്ങളുടെയും പ്രധാന വരുമാന സ്രോതസ്സാണ്. അതെ അതെ. അപ്പം ഇത് GSTക്ക് കീഴിൽ വന്നാൽ ആ നികുതി നിരക്ക് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കൊരു പരിധിവരെ നഷ്ടമാകും. അത് വലിയ വരുമാന നഷ്ടമുണ്ടാക്കും. ശരിയാണ്. അതുപോലെ ഈ നിരക്കുകൾ മാറ്റുമ്പോൾ, ഇപ്പോൾ 12%, 18% ഒക്കെ ഒന്നാക്കിയാൽ ചിലപ്പോൾ ചില സാധനങ്ങൾക്ക് വില കൂടുമോ, അത് പണപ്പെരുപ്പത്തിന് കാരണമാകുമോ എന്നൊക്കെയുള്ള ഭയവുമുണ്ട്. എന്നാൽ ഇതിന് സാധ്യതകളും ഉണ്ടാവുമല്ലോ, ഗുണവശങ്ങൾ. ഉറപ്പായും. നിരക്കുകൾ ലളിതമായാൽ ടാക്സ് സിസ്റ്റം കുറച്ചുകൂടി ക്ലിയർ ആകും. ബിസിനസ്സുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാകും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വന്നാൽ ഒരു പ്രധാന ഗുണം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും എന്നുള്ളതാണ്. ITC. അതെ, ITC. അപ്പോ വ്യവസായങ്ങൾക്ക് അവരുടെ ഉൽപ്പാദന ചെലവ് കുറയാൻ ഒരു സാധ്യതയുണ്ട്. പിന്നെ ഈ നഷ്ടപരിഹാര സെസ് 2026 ഇല്ലാതായാൽ ചില കാറുകൾ പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കുറയാനും സാധ്യതയുണ്ട്. അത് ഉപഭോഗം കൂട്ടാനും സഹായിച്ചേക്കാം. ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് GST കൗൺസിലാണല്ലോ. അവിടെ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീരുമാനിക്കണം. അപ്പോൾ ഈ സമവായം ഉണ്ടാക്കുക എന്നത് അത് എളുപ്പമുള്ള കാര്യമാണോ? എങ്ങനെ മുന്നോട്ടു പോകണമെന്നാണ് ഈ ലേഖനങ്ങളൊക്കെ പറയുന്നത്? സമവായം എളുപ്പമല്ല, അതാണ് സത്യം. പ്രത്യേകിച്ചും ഈ പെട്രോളിയം പോലെയുള്ള വിഷയങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം ഘട്ടമായുള്ള സമീപനമാണ് നല്ലത് എന്നാണ് പൊതുവെ പറയുന്നത്. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അതെ, പെട്ടെന്നെല്ലാം കൂടി മാറ്റാതെ സാവധാനം ചെയ്യുക. ഇപ്പൊ പെട്രോളിയം ഉൾപ്പെടുത്തുകയാണെങ്കിൽ തന്നെ സംസ്ഥാനങ്ങൾക്ക് വരുന്ന ആ വരുമാന നഷ്ടം അത് എങ്ങനെ നികത്തും എന്നതിന് കേന്ദ്രം ഒരു വ്യക്തമായ പ്ലാൻ കൊടുക്കണം. ശരിയാണ്, ഒരു ഉറപ്പ് വേണം. അതെ, ഒരു പക്ഷേ കേന്ദ്ര നികുതി വിഹിതം കൂട്ടുന്ന കാര്യമൊക്കെ ആലോചിക്കേണ്ടി വരും. ആ ഒരു സഹകരണ ഫെഡറലിസം, കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന തത്വത്തിൽ നിന്നുകൊണ്ട് വേണം ഇതിനൊരു പരിഹാരം കാണാൻ. നഷ്ടപരിഹാര സെസ്സിന്റെ കാര്യത്തില് അതതിന്റെ കാലാവധി കഴിയുമ്പോൾ നിർത്തുന്നത് തന്നെയാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ലത് എന്നും ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ നമ്മൾ ഈ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് GST വരുമാനത്തിലെ ഇപ്പോഴത്തെ കുറവ് അതൊരു സാമ്പത്തിക സൂചകം എന്നതിനപ്പുറം 8 വർഷം പിന്നിട്ട ഈ GST സിസ്റ്റത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത കൂട്ടുന്നുണ്ട്. ശരിയാണ്. പ്രധാനമായും ഇന്ധനങ്ങളെ ഉൾപ്പെടുത്തുക, നിരക്കുകൾ ലളിതമാക്കുക, പിന്നെ ഈ കോമ്പൻസേഷൻ സെസ് നിർത്തലാക്കുക, ഇതൊക്കെയാണ് ചർച്ചയിലുള്ളത്. അതെ. പക്ഷേ സംസ്ഥാനങ്ങളുടെ വരുമാന പ്രശ്നങ്ങളും പിന്നെ ഇതൊക്കെ നടപ്പാക്കാനുള്ള രാഷ്ട്രീയ സമവായവുമാണ് പ്രധാന തടസ്സങ്ങളെന്ന് പറയാമല്ലേ? അതെ, അത് തന്നെ. ഈ വിവരങ്ങളൊക്കെ വെച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാൻ ഒരു പോയിന്റ് കൂടി പറയാം. പറയൂ. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് പ്രധാനമായും പെട്രോളിയം, നികുതി നിരക്ക്, സെസ്സൊക്കെയാണ്. പക്ഷെ ഇതിനപ്പുറം ഈ തീരുമാനങ്ങൾ എടുക്കുന്ന GST കൗൺസിൽ എന്ന സംവിധാനം, അതിനെ എങ്ങനെ കൂടുതൽ കാര്യക്ഷമമാക്കാം, അതായത് കേന്ദ്ര സംസ്ഥാന താൽപ്പര്യങ്ങൾ ഒരുപോലെ പരിഗണിച്ച് ഈ സഹകരണ ഫെഡറലിസം ഉറപ്പാക്കി ഭാവിയിൽ വരുന്ന സാമ്പത്തിക മാറ്റങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സംവിധാനത്തിൽ എന്തു മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുകൂടി ഒരുപക്ഷെ നമുക്ക് ആലോചിക്കേണ്ടി വരും. അതൊരു നല്ല പോയിന്റാണ്. 1975 ഇന്ത്യൻ അടിയന്തരാവസ്ഥ, അതിനെക്കുറിച്ചും അത് നമ്മുടെ ജനാധിപത്യത്തിന് നൽകുന്ന ചില പാഠങ്ങളെക്കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ശരിയാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുക, അതിന്റെ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയുക. പ്രത്യേകിച്ച് UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും. GS പേപ്പർ 2, പേപ്പർ 4 ഇതിനൊക്കെ ഇത് അത്യാവശ്യമാണ്. അതെ. അപ്പോ ജനാധിപത്യം എന്നത്
എത്ര ശ്രദ്ധയോടെ നമ്മൾ നോക്കേണ്ട ഒന്നാണെന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വളരെ ശരിയാണ്. ശരി, അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് അന്ന് ശരിക്കും സംഭവിച്ചത്? അത് 1975 ജൂൺ 25 അന്ന് രാത്രിയാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉം, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352 അത് വെച്ചിട്ട് ആഭ്യന്തര കലഹം എന്നൊരു കാരണം പറഞ്ഞു. ആഭ്യന്തര കലഹം. ഓക്കെ. അതെ, ആ ഒരു കാരണം പറഞ്ഞാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇത് വളരെ പെട്ടെന്നായിരുന്നു. ഓ, അതോടെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് അതൊക്കെ റദ്ദാക്കി. പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. ഓ, സെൻസർഷിപ്പോ? അതെ. പിന്നെ പ്രതിപക്ഷ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തു. ഏകദേശം 100,000-ലധികം പേരെ അങ്ങനെ തടവിലാക്കി. 1,00,000 പേരെ? അതെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭരണഘടനയെ നേരെ ലംഘിക്കുകയല്ല ചെയ്തത്. പിന്നെയോ? അതിലെ ചില പഴുതുകൾ, ചില വകുപ്പുകൾ അതൊക്കെ തന്ത്രപരമായി ഉപയോഗിക്കുകയാണ് അന്ന് സർക്കാർ ചെയ്തത്. ഓഹോ. അപ്പോൾ ഈ ജനാധിപത്യത്തിന്റെ തൂണുകൾ എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങളില്ലേ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, സിവിൽ സർവീസ്, അതൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത്? അവരുടെ ജോലി ശരിക്ക് ചെയ്തോ? അതൊരു വലിയ ചോദ്യമാണ്. കാരണം പലപ്പോഴും ഈ സ്ഥാപനങ്ങൾ നിയമത്തിന് മുകളിലാണോ അധികാരം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചത്. അങ്ങനെയാണോ? നിയമവാഴ്ചയോടല്ല, മറിച്ച് അധികാരത്തിനോടാണ് കൂടുതൽ കൂറ് കാണിച്ചത് എന്ന് പറയാം. ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെ ഒരു പരിധിവരെ അധികാരത്തിനു വേണ്ടി നിയമത്തെ വളച്ചൊടിച്ചു. അയ്യോ. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ADM ജബൽപൂർ കേസ്, ഹേബിയസ് കോർപ്പസ് കേസ് എന്നും പറയും. ആ കേസ് അതെന്തായിരുന്നു? അതിന്റെ ഒരു പ്രാധാന്യം? ഈ ഹേബിയസ് കോർപ്പസ് എന്താണെന്നൊന്ന് പറയാമോ? ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ ശരീരം ഹാജരാക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഓക്കെ. അന്യായമായി ഒരാളെ തടവിൽ വെച്ചാൽ അയാളെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്ന ഒരു റിട്ടാണത്. നമ്മുടെ ഭരണഘടനാപരമായ അവകാശമാണ്. ശരി. പക്ഷെ ഈ ADM ജബൽപൂർ കേസിൽ സുപ്രീം കോടതിയുടെ ഭൂരിപക്ഷ വിധി എന്തായിരുന്നു എന്ന് വെച്ചാൽ, എന്തായിരുന്നു? അടിയന്തരാവസ്ഥ സമയത്ത് ഈ മൗലികാവകാശങ്ങളൊക്കെ റദ്ദാക്കിയിരിക്കുകയാണെങ്കിൽ ഒരു പൗരന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലും ഈ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കാൻ അവകാശമില്ല എന്നായിരുന്നു. അങ്ങനെയൊരു വിധിയോ? അതെ അതെ. നമ്മുടെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം എന്നൊക്കെയാണ് അതിനെ പറയാറ്. ഭയാനകം തന്നെ. പക്ഷേ എല്ലാവരും ഇതിനോട് യോജിച്ചു കാണില്ലല്ലോ. എതിരഭിപ്രായങ്ങളുണ്ടായിരുന്നില്ലേ? വേറിട്ട ശബ്ദങ്ങൾ? ഉറപ്പായും ഉണ്ടായിരുന്നു. അവിടെയാണ് ജസ്റ്റിസ് HR ഖന്നയുടെ ആ ഒരു നിലപാട് നമ്മൾ ഓർക്കേണ്ടത്. ജസ്റ്റിസ് ഖന്ന. അതെ, ആ ഭൂരിപക്ഷ വിധിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഏക ജഡ്ജി അദ്ദേഹമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ജീവിക്കാനുള്ള അവകാശം, വ്യക്തിസ്വാതന്ത്ര്യം അതൊന്നും ഭരണകൂടം തരുന്ന ഔദാര്യമല്ല. അല്ല, അത് മനുഷ്യന്റെ ഒരു സ്വാഭാവിക അവകാശമാണ്. അത് റദ്ദാക്കാൻ ആർക്കും പറ്റില്ല എന്നദ്ദേഹം ശക്തമായി വാദിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഈ വിയോജിപ്പിന്റെ പേരിൽ അദ്ദേഹത്തിന് പിന്നീട് ചീഫ് ജസ്റ്റിസ് ആകാനുള്ള അവസരം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഓർക്കേണ്ട വേറൊരാളുണ്ട്, HV കാമത്ത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വെച്ച് അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു, എന്ത്? ഈ അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ ഒരുനാൾ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാമെന്നും. ഒരു മുന്നറിയിപ്പ് പോലെ. ദീർഘവീക്ഷണം. അപ്പോൾ ഈ മീസ എന്നൊരു നിയമം ഉണ്ടായിരുന്നല്ലോ, രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ ഉപയോഗിച്ചുവെന്ന് കേട്ടിട്ടുണ്ട്. അതേ, മീസ, മെയിന്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട്. അതൊരു ഒരു പ്രതിരോധ തടങ്കൽ നിയമമായിരുന്നു. പ്രതിരോധ തടങ്കൽ? അതായത് ഒരാൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്നതിന് മുൻപ് തന്നെ സർക്കാരിന് തോന്നുകയാണ് ഇയാളൊരു ഭീഷണിയാണെന്ന്. അങ്ങനെ സംശയത്തിന്റെ പേരിൽ മാത്രം വിചാരണയൊന്നുമില്ലാതെ അനിശ്ചിതകാലത്തേക്ക് ജയിലിലിടാം. വിചാരണയില്ലാതെയോ? അതെ. ഇത് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ, ആക്ടിവിസ്റ്റുകളൊക്കെ ഈ നിയമപ്രകാരം തടവിലായി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായി. എന്താണ് പിന്നെ സംഭവിച്ചത്? ഇത് അവസാനിച്ചോ? അവസാനിച്ചു. ഏകദേശം 21 മാസത്തോളം നീണ്ടുനിന്നു ഈ അടിയന്തരാവസ്ഥ. അതിനുശേഷം 1977 ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ്? അതെ. ആ തിരഞ്ഞെടുപ്പിൽ പക്ഷേ ജനങ്ങൾ വിധിയെഴുതി. കോൺഗ്രസ് പരാജയപ്പെട്ടു. ഇന്ദിരാഗാന്ധി തോറ്റു. അതൊരു ചരിത്രമായിരുന്നു. ശരിയാണ്. തുടർന്ന് അധികാരത്തിൽ വന്നത് ജനതാ പാർട്ടി സർക്കാരാണ്. അവർ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാവിയിൽ ഇതുപോലെയൊന്ന് ആവർത്തിക്കാതിരിക്കാൻ ഭരണഘടന ഭേദഗതി ചെയ്തു എന്നതാണ്. അതാണ് 44ാം ഭേദഗതി. അതെ, 44th അമെൻഡ്മെന്റ്. അപ്പോ
ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സിസ്റ്റം സ്വയം തിരുത്താൻ ശ്രമിച്ചു എന്ന് പറയാം. കൃത്യമായി പറഞ്ഞാൽ അതാണ് സംഭവിച്ചത്. എന്തൊക്കെയായിരുന്നു ആ ഭേദഗതിയിലെ പ്രധാന മാറ്റങ്ങൾ? അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആർട്ടിക്കിൾ 352 പ്രയോഗിക്കാൻ മുൻപ് പറഞ്ഞിരുന്ന ആഭ്യന്തര കലഹം അഥവാ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നൊരു അവ്യക്തമായ വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. അതിനു പകരം സായുധ വിപ്ലവം, അതായത് ആംഡ് റെബെലിയൻ എന്നാക്കി മാറ്റി. കുറച്ചുകൂടി കൃത്യമായ ഒരു കാരണം വേണം. ശരി, അത് പ്രധാനപ്പെട്ട മാറ്റമാണല്ലോ. പിന്നെ പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ പോരാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ. കേന്ദ്ര ക്യാബിനറ്റ് ഒന്നടങ്കം രേഖാമൂലം ശുപാർശ ചെയ്യണം എന്ന് നിർബന്ധമാക്കി. ഓക്കെ. ഏറ്റവും പ്രധാനമെന്താന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും ആർട്ടിക്കിൾ 20, 21, അതായത് കുറ്റകൃത്യങ്ങൾക്കുള്ള സംരക്ഷണം, പിന്നെ ജീവിക്കാനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, റൈറ്റ് ടു ലൈഫ്. അതെ, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ഇത് രണ്ടും ഒരു കാരണവശാലും റദ്ദാക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുവരുത്തി. ആശ്വാസമായി. കൂടാതെ ആ വിവാദമായ മിസ നിയമമില്ലേ, അതും റദ്ദാക്കി. അപ്പോ ഇന്ത്യയുടെ ഈ അനുഭവം ഇത് മറ്റു ജനാധിപത്യ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും പാഠം നൽകുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് ഇതിനെങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? തീർച്ചയായും പാഠങ്ങളുണ്ട്. അതായത് നിയമങ്ങളും സ്ഥാപനങ്ങളും ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ടവ. അവ എങ്ങനെ അധികാരത്തിലിരിക്കുന്നവർക്ക് സ്വന്തം താൽപ്പര്യങ്ങൾക്കായി വളച്ചൊടിക്കാൻ പറ്റും എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണിത്. ശരിയാണ്. ഇത് ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. എവിടെയും ജനാധിപത്യം ദുർബലമായാലേ ഇത്തരം സാധ്യതകളുണ്ട്. എന്നാൽ മറുവശത്ത് നോക്കിയാൽ ജനങ്ങളുടെ ഒരു ശക്തിയുണ്ടല്ലോ, ആ തിരഞ്ഞെടുപ്പിലൂടെയുള്ള പ്രതികരണം. അതെ. പിന്നെ ജസ്റ്റിസ് ഖന്നെ പോലുള്ളവരുടെ ആ ഒരു ധൈര്യം, വ്യക്തികളുടെ നിലപാടുകൾ, അതോടൊപ്പം ഈ 44-ാം ഭേദഗതി പോലെ സിസ്റ്റത്തിന് സ്വയം തിരുത്താനുള്ള ഒരു കഴിവും നമ്മൾ കണ്ടു. അപ്പോൾ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം, നിർഭയത്വം, അതാണ് പ്രധാനമല്ലേ? അതെ. ജുഡീഷ്യറി, മാധ്യമങ്ങൾ, സിവിൽ സർവീസ്, ഇവയുടെയൊക്കെ സ്വാതന്ത്ര്യവും സത്യസന്ധതയുമാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ. നിയമവാഴ്ചയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ജനാധിപത്യത്തിന് എപ്പോഴും ഒരു ജാഗ്രത വേണം. ഭരണഘടനയിൽ പോലും പഴുതുകൾ ഉണ്ടാവാം, അത് ദുരുപയോഗം ചെയ്യപ്പെടാം. സ്ഥാപനങ്ങൾ നേരെ നിന്നില്ലെങ്കിൽ അപകടമാണ്. ശരിയാണ്. പക്ഷേ ജനങ്ങൾ ഇടപെട്ടാൽ, സിസ്റ്റം സ്വയം തിരുത്തിയാൽ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. തീർച്ചയായും. ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ആലോചിക്കാനായിട്ട് പറയാം. പറയൂ. നിയമവാഴ്ചയെ ബഹുമാനിക്കുക, വിയോജിപ്പുകൾക്ക്, അതായത് ഭിന്നാഭിപ്രായങ്ങൾക്ക് അതിന് സ്ഥാനം നൽകുക, അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സംസ്കാരം എത്രത്തോളം പ്രധാനമാണെന്ന് ഈ അടിയന്തരാവസ്ഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വളരെ ശരിയാണ്. അപ്പോൾ വ്യക്തികൾ എന്ന നിലയിലും നമ്മളൊരു സമൂഹം എന്ന നിലയിലും ആ ഒരു സംസ്കാരം എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം, എങ്ങനെ സംരക്ഷിക്കാം? ഇന്നത്തെ കാലത്തത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. തീർച്ചയായും. അത് നമുക്കെല്ലാവർക്കും ആലോചിക്കാനുള്ള ഒരു ചിന്തയാണ്. നമ്മുടെ ഈ കേന്ദ്ര സായുധ പോലീസ് സേനകളിലെ CAPF, അതിലെ സർവീസ് തർക്കങ്ങൾ സംബന്ധിച്ചൊരു സുപ്രീം കോടതി വിധി, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ മറ്റൊന്ന്, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തുടങ്ങിയ കൈലാസ് മാനസരോവർ യാത്ര, അതിന്റെ പ്രാധാന്യവും പിന്നെ കുറച്ച് സങ്കീർണതകളും. അതെ. നിങ്ങൾക്ക് കിട്ടിയ ചില ലേഖനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിലൂടെ ഈ വിഷയങ്ങളുടെ ഒരു കാതൽ മനസ്സിലാക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ശരി, അപ്പോൾ നമുക്ക് ആദ്യം ഈ CAPF വിഷയം തന്നെ എടുക്കാം. എന്താണ് അവിടെ ഇപ്പോൾ പ്രധാനമായിട്ട് നടക്കുന്നത്? ഇതിലെ പ്രധാന കാര്യം സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. അതായത് ഇന്ത്യൻ പോലീസ് സർവീസിലെ IPS ഉദ്യോഗസ്ഥരെ ഈ CAPFൽ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കില്ലേ, അത് പതുക്കെ കുറച്ചുകൊണ്ടുവരണം. അതുപോലെ CAPFലെ തന്നെ ഗ്രൂപ്പ് A ഉദ്യോഗസ്ഥർക്ക് ഓർഗനൈസ്ഡ് സർവീസ് എന്നൊരു പദവി കൊടുക്കണം എന്നുമായിരുന്നു വിധി. ശരിയാണ്. പക്ഷെ പ്രശ്നമെന്താന്ന് വെച്ചാൽ, ഈ വിധി വന്നിട്ടും ഉയർന്ന പോസ്റ്റുകളിലേക്ക് IPS ഓഫീസർമാരെ നിയമിക്കുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇത് കോടതി അലക്ഷ്യമാണ് എന്നാണ് ഹർജിക്കാർ പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ആ CAPF രേഖയിൽ ഇത് പറയുന്നുണ്ടല്ലോ, അല്ലേ? ഉണ്ട്. ഈ ഓർഗനൈസ്ഡ് സർവീസ് പദവി, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, അത് കിട്ടിയാൽ കൃത്യസമയത്തുള്ള പ്രൊമോഷൻ, പിന്നെ ശമ്പള ഘടനയിലുള്ള മെച്ചം, അതുപോലെ ഈ നോൺ ഫങ്ഷണൽ ഫിനാൻഷ്യൽ അപ്ഗ്രേഡേഷൻ, NFFU എന്ന് പറയും. NFU. അതായത് യഥാർത്ഥ പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിലും സാമ്പത്തികമായിട്ട് അടുത്ത ഗ്രേഡിലെ ആനുകൂല്യം കിട്ടും. ഇതൊക്കെ ഉറപ്പാകും. വർഷങ്ങളായിട്ട് ഈ CAPF ഉദ്യോഗസ്ഥരുടെ ഒരു പ്രധാന പ്രശ്നം ഈ പ്രൊമോഷനിലെ താമസമല്ലേ? ആ കാലതാമസം അതെങ്ങനെയുണ്ട്? ഒന്ന് വിശദമാക്കാമോ? പറയാം.
ഇപ്പോ നിങ്ങളുടെ ആ രേഖയിൽ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരു അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ട് സർവീസിൽ കയറുന്ന ഒരാൾക്ക് നിയമമനുസരിച്ച് കമാൻഡന്റ് ആകാൻ ഏകദേശം ഒരു 13 വർഷം മതി. ഉം. പക്ഷെ പലപ്പോഴും ഇത് 25 വർഷം വരെയൊക്കെ എടുക്കുന്നുണ്ട്. 25 വർഷമോ? അതെ. അപ്പൊ ഇത് ഉദ്യോഗസ്ഥരുടെ ഒരു മോറലില്ലേ, അതിനെ വല്ലാതെ ബാധിക്കും. ഈ സഞ്ജയ് പ്രകാശ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് ഈ പ്രധാനപ്പെട്ട വിധി വന്നത്. ഓർഗനൈസ്ഡ് സർവീസ് സ്റ്റാറ്റസ് കിട്ടിയാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുമെന്നാണ് എല്ലാവരും കരുതുന്നത്. അപ്പോ ഈ IPS ഡെപ്യൂട്ടേഷൻ, അതായത് പുറത്തുനിന്ന് ആളെ എടുക്കുന്നത്, അത് കോടതി വേണ്ടെന്ന് വെച്ചിട്ടും തുടരുന്നു പറയുമ്പോൾ അതിന്റെ പിന്നിലെ കാരണം എന്തായിരിക്കും? ഈ രേഖകളിൽ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ DIG പോസ്റ്റുകളിൽ 20%, ഇൻസ്പെക്ടർ ജനറൽ IG പോസ്റ്റുകളിൽ 50% IPS ഉദ്യോഗസ്ഥർക്കാണ് കോട്ട. അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. അത് വലിയൊരു ശതമാനമാണ്. ഇത് സേനയുടെ ഒരു ആന്തരിക വളർച്ചയെ എങ്ങനെ ബാധിക്കും? നമ്മുടെ പ്രധാന സേനകളില്ലേ, BSF, CRPF, CISF, ITBP, SSB, ഇവരുടെയൊക്കെ കാര്യക്ഷമതയെ ഇത് ബാധിക്കില്ലേ? നിങ്ങളുടെ രേഖകളിൽ സൂചിപ്പിക്കുന്നതുപോലെ ഇവിടെ ശരിക്കും 2 തരം വാദങ്ങളുണ്ട്. ഒന്ന്, CAPF കേഡറിലുള്ള ഉദ്യോഗസ്ഥർക്ക് അവസരം കുറയുന്നു, അവരുടെ മനോവീര്യം കുറയുന്നു എന്നുള്ളത്. മറ്റൊന്ന്, IPS ഉദ്യോഗസ്ഥർ വരുമ്പോൾ പുറത്തുനിന്നുള്ള അനുഭവപരിചയം സേനയ്ക്ക് കിട്ടും എന്നൊരു വാദവും പറയാറുണ്ട്. പക്ഷേ കോടതിയുടെ വിധി വളരെ വ്യക്തമാണ്. സേനയുടെ നേതൃത്വം പ്രധാനമായും സേനയിൽ നിന്ന് തന്നെ വളർന്നു വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈയൊരു തർക്കം അത് സേനയുടെ ഘടനയെയും ഭാവിയെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശരി. നമ്മുടെ സേനകളുടെ ഈ ആന്തരിക കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ശ്രദ്ധയൊന്ന് മാറ്റാം, അല്ലേ? ഇനി നമുക്ക് വിശ്വാസം, ഭൂമിശാസ്ത്രം, പിന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ഇതൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു വിഷയത്തിലേക്ക് പോകാം. കൈലാഷ് മാനസരോവർ യാത്ര. എന്താണ് അവിടെയുള്ള പുതിയ വാർത്തകൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2019 ശേഷം ഈ യാത്ര വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, ഇന്ത്യൻ തീർത്ഥാടകർക്കായിട്ട്. അതെ, അത് നല്ലൊരു വാർത്തയാണ്. കോവിഡും പിന്നെ ഗാൽവാൻ പ്രശ്നമൊക്കെ കാരണം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. നിങ്ങളുടെ കൈലാഷ് യാത്രയെക്കുറിച്ചുള്ള ലേഖനത്തിൽ പറയുന്നത്, ഈ സംഘർഷങ്ങൾക്കൊക്കെ ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സാധാരണ ജനങ്ങൾക്കിടയിലുള്ള ബന്ധം, ആ ഒരു പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ട്, അത് മെച്ചപ്പെടുത്തുന്നതിൽ ഇതൊരു നല്ല ചുവടുവെപ്പാണ് എന്നാണ്. ശരിയാണ്. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ യാത്ര ഒരു തരത്തിൽ എന്താ പറയുക, ഒരു ഭൗമരാഷ്ട്രീയ സൂചകം പോലെയാണ്. ഒരു ജിയോ പൊളിറ്റിക്കൽ ബാരോമീറ്റർ എന്ന് പറയാം. ജിയോ പൊളിറ്റിക്കൽ ബാരോമീറ്റർ? അതെ. അതായത് ഈ യാത്ര നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ എങ്ങനെയുണ്ട്, കുറച്ച് ഊഷ്മളമാണോ അതോ സാധാരണ നിലയിലാണോ എന്നൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഓക്കേ. അപ്പോ യാത്ര വീണ്ടും തുടങ്ങിയത് ബന്ധങ്ങളിൽ ചെറിയൊരു മഞ്ഞുരുകലിന്റെ സൂചനയായിട്ട് കാണാം. തീർച്ചയായും ഇതിന് വലിയ ഭൂമിശാസ്ത്രപരവും മതപരവുമായ പ്രാധാന്യമുണ്ടല്ലോ. ആ പ്രാധാന്യത്തെക്കുറിച്ച് കുറച്ചുകൂടി പറയാമോ? എന്തുകൊണ്ടാണ് ഇതിത്ര പ്രധാനപ്പെട്ടതാകുന്നത്? ഇത് സ്ഥിതി ചെയ്യുന്നത് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റിലാണ്. കൈലാസപർവ്വതം എന്ന് പറയുന്നത് ഹിമാലയത്തിനപ്പുറത്തുള്ള ട്രാൻസ് ഹിമാലയൻ പർവ്വതനിരയുടെ ഭാഗമാണ്. അടുത്തുള്ള മാനസരോവർ തടാകം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകങ്ങളിൽ ഒന്നാണ്. പിന്നെ സിന്ധു, സത്ലജ്, ബ്രഹ്മപുത്ര പോലുള്ള വലിയ നദികളുടെ എല്ലാം ഉത്ഭവസ്ഥാനം ഇതിന്റെ അടുത്താണ്. മതപരമായി നോക്കിയാൽ ഹിന്ദുക്കൾക്ക് ഇത് ശിവന്റെ വാസസ്ഥലം. അതുപോലെ ബുദ്ധമതക്കാർക്ക് മേരു പർവ്വതം, ജൈനമതക്കാർക്ക് ആദ്യ തീർത്ഥങ്കരനായ ഋഷഭദേവൻ മോക്ഷം നേടിയ സ്ഥലം, പിന്നെ പഴയ ടിബറ്റൻ മതമായ ബോൺ മതക്കാർക്കും ഇത് പുണ്യസ്ഥലമാണ്. അപ്പോ ഒരുപാട് പേർക്ക് ഇത് പ്രധാനപ്പെട്ടതാണ്. ഈ യാത്രയുടെ പ്രായോഗിക വശങ്ങൾ എങ്ങനെയാണ്? പോവാനുള്ള വഴികൾ, നിയന്ത്രണങ്ങളൊക്കെ. നിങ്ങളുടെ ആ രേഖ അനുസരിച്ച് 2 പ്രധാന വഴികളാണ് ഉള്ളത്, അല്ലേ? ഒന്ന് ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് ചുരം വഴി, മറ്റൊന്ന് സിക്കിമിലെ നാഥുല ചുരം വഴി. അതെ, ആ 2 വഴികൾ. ചൈനയുടെ ഭാഗത്തുനിന്ന് ചില നിയന്ത്രണങ്ങളുണ്ട്. പ്രായം 70 വയസ്സിൽ താഴെയായിരിക്കണം. പിന്നെ മാനസരോവറിൽ പൂർണ്ണമായും മുങ്ങിക്കുളിക്കുന്നതിനും ചില പരിസ്ഥിതി പ്രശ്നങ്ങൾ കാരണം നിയന്ത്രണമുണ്ട്. അതും ശരിയാണ്. യാത്രയുടെ സംഘാടനം നോക്കുന്നത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം MEA ആണ്. അതിർത്തിയിലെ സുരക്ഷാകാര്യങ്ങൾ ITBPയും നോക്കുന്നു. അതെ. പക്ഷേ ഈ യാത്രയ്ക്ക് ചില വെല്ലുവിളികളുമുണ്ട്. അതും നമ്മൾ ഓർക്കണം. എന്തൊക്കെയാണവ? ഒന്ന്,
ഈ സ്ഥലങ്ങളെല്ലാം ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റിലായതുകൊണ്ട് നമുക്കറിയാലോ അതിർത്തി പ്രശ്നങ്ങളും പരമാധികാര പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. ശരിയാണ്. പിന്നെ ഇത് സൈനികമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ സുരക്ഷാപരമായ ആശങ്കകളും സ്വാഭാവികമായും ഉണ്ടാകും. ഉം. മറ്റുണ്ട്, ഈ ടിബറ്റൻ പീഠഭൂമി എന്ന് പറയുന്നത് പാരിസ്ഥിതികമായിട്ട് വളരെ സെൻസിറ്റീവായൊരു പ്രദേശമാണ്. ടൂറിസം കൂടുമ്പോൾ അവിടുത്തെ പരിസ്ഥിതിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളൊരു പേടിയുമുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ വിശ്വാസം, തീർത്ഥാടനത്തിനുള്ള സൗകര്യം, പിന്നെ പാരിസ്ഥിതിക യാഥാർത്ഥ്യങ്ങൾ, അതോടൊപ്പം ഈ ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റും? ശരിയാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച ഈ രണ്ട് വിഷയങ്ങളിൽ നിന്നും എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്? ഒന്ന്, നമ്മുടെ രാജ്യസുരക്ഷാ സേനയുടെ ഉള്ളിലെ ചില ഘടനാപരമായ പ്രശ്നങ്ങൾ, അതിന്റെ നിയമപോരാട്ടങ്ങൾ. അതെ. മറ്റൊന്ന്, അതിർത്തിക്ക് അപ്പുറത്തുള്ളൊരു പുണ്യയാത്ര. അതിലെങ്ങനെയാണ് ഈ വിശ്വാസവും ഭൂമിശാസ്ത്രവും നയതന്ത്രവും ഒക്കെ കെട്ടുപിണഞ്ഞു കിടക്കുന്നതെന്നതും. രണ്ടും നമ്മൾ പുറമെ കാണുന്നതിനേക്കാൾ ആഴത്തിലുള്ള വിഷയങ്ങൾ തന്നെ. തീർച്ചയായും. നിങ്ങൾക്ക് കിട്ടിയ ഈ വിവരങ്ങൾ വെച്ചു നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ വിഷയങ്ങൾ അത് വ്യക്തികളുടെ തൊഴിലിനെയും ഭാവിയെയും അതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള അതിലോലമായ സാംസ്കാരികവും നയതന്ത്രപരവുമായ ബന്ധങ്ങളെയും ഈ കൈലാസ് യാത്രയുടെ കാര്യത്തിൽ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായി ആലോചിക്കാൻ വേണ്ടി ഇതാ ഒരു ചോദ്യം. ഈ കൈലാസ് മാനസരോവർ മേഖലയുടെ തന്ത്രപരമായ പ്രാധാന്യം, അവിടുത്തെ പരിസ്ഥിതിയുടെ ഒരു ദുർബലാവസ്ഥ, അതോടൊപ്പം ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസം, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ പുരാതന തീർത്ഥാടനത്തിന്റെ ഭാവി എന്തായിരിക്കും? അങ്ങോട്ടുള്ള പ്രവേശനവും ആ പ്രദേശത്തിന്റെ സംരക്ഷണവും അന്താരാഷ്ട്ര ബന്ധങ്ങളുമൊക്കെ എങ്ങനെ ഒരുമിച്ച് ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ സാധിക്കും? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ മതേതരം, സോഷ്യലിസ്റ്റ്, ഈ രണ്ട് വാക്കുകളെക്കുറിച്ചുള്ള സംവാദങ്ങൾ ഈയിടെയായിട്ട് വീണ്ടും ഇങ്ങനെ ചൂടുപിടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തുണ്ടാവും അല്ലേ ഈ വാക്കുകൾക്ക് ഇത്ര ഒരു പ്രാധാന്യം വരുന്നത്? ഈയടുത്ത് സുപ്രീം കോടതിയുടെ ഒരു പുതിയ വിധി വന്നു. അതിൻ്റെ പിന്നാലെ ചില പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നും കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ ഇത് നീക്കം ചെയ്യണമെന്നൊരു ആവശ്യം വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത് നമ്മുടെ ഭരണഘടനയുടെ ഒരു അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൻ്റെ ഒരു ചരിത്രവും ഇന്നത്തെ അതിൻ്റെ പ്രസക്തിയുമൊക്കെ ഒന്ന് നോക്കാമല്ലേ? എന്താണ് ഈ വാക്കുകൾ ശരിക്കും അർത്ഥമാക്കുന്നത്? എപ്പോഴാണിത് ചേർത്തത്? എന്തിനാണ് ചിലരിത് മാറ്റണമെന്ന് പറയുന്നത്? കോടതിയും ഭരണഘടനയും ഇതിനെ എങ്ങനെ കാണുന്നു? നമുക്ക് വിശദമായിട്ട് തന്നെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഈയിടെ സുപ്രീം കോടതി ഈ വാക്കുകൾ ആമുഖത്തിലുള്ളതിനെ ശരിവച്ചതാണല്ലോ. എന്നിട്ടും ഈ ചർച്ചകൾ വീണ്ടും വരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അതെ, കോടതി ആ ഒരു നിലപാടെടുത്തു. അതായത് ആ വാക്കുകൾ അവിടെ തുടരുന്നതിൽ തെറ്റില്ല എന്ന്. പക്ഷെ അതിനുശേഷമാണ് RSS പോലുള്ള ചില സംഘടനകളും പിന്നെ നമ്മുടെ ഉപരാഷ്ട്രപതിയെ പോലുള്ള ഉയർന്ന പദവികളിലിരിക്കുന്നവരും ഈ വാക്കുകൾ ആമുഖത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നൊരു അഭിപ്രായം അല്ലെങ്കിൽ ആവശ്യം വീണ്ടും ഉന്നയിച്ചത്. അപ്പോൾ പഴയൊരു ചർച്ചയ്ക്ക് വീണ്ടും ജീവൻ വെച്ച പോലെയായി. ശരിയാണ്. അപ്പോൾ ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മുടെ ആമുഖത്തിൽ എത്തിയത്? തുടക്കത്തിൽ ഇതുണ്ടായിരുന്നില്ല എന്നാണല്ലോ നമ്മൾ പൊതുവെ കേൾക്കുന്നത്. അതെ, അത് കറക്റ്റാണ്. 1976 നമുക്കറിയാമല്ലോ, അടിയന്തരാവസ്ഥയുടെ ആ ഒരു സമയത്താണ് 42ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. ആ മിനി ഭരണഘടന എന്ന് പറയുന്ന ഭേദഗതി. അതെ അതെ, ഒരുപാട് മാറ്റങ്ങൾ ഭരണഘടനയിൽ അന്ന് വരുത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മതേതരം, സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ, അതോടൊപ്പം തന്നെ അഖണ്ഡത, അതായത് ഇന്റഗ്രിറ്റി എന്ന വാക്കും കൂടി ആമുഖത്തിൽ ചേർത്തത്. ഓഹോ, അപ്പോൾ ഈ അടിയന്തരാവസ്ഥ എന്നൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത് ചേർത്തതെങ്കിലും ഈ ആശയങ്ങൾ, അതായത് മതേതരത്വം, സോഷ്യലിസം എന്നൊക്കെയുള്ള ആശയങ്ങൾക്ക് ഭരണഘടനാ നിർമ്മാണ സമയത്ത് തന്നെ ഒരു പിന്തുണയൊക്കെ ഉണ്ടായിരുന്നോ? അതോ ഇത് പിന്നീട് മാത്രം വന്ന ചിന്തയാണോ? അത് നല്ലൊരു പോയിന്റാണ്. കാരണം ഈ വാക്കുകൾ ഔപചാരികമായിട്ട് ചേർത്തത് 1976 ഒരു മതേതര രാഷ്ട്രം, ഒരു സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള രാഷ്ട്രം എന്നുള്ളൊരു ആശയം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളിൽ അന്നേ സജീവമായിരുന്നു. ഡോക്ടർ അംബേദ്കറെ പോലുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആശയങ്ങൾ ഭരണഘടനയുടെ ഒരു അന്തസത്തയിൽ അന്നും ഉണ്ടായിരുന്നു എന്നാണ് ഇതിന് നിലനിർത്തണം എന്ന് പറയുന്നവർ വാദിക്കുന്നത്. നമ്മൾ ഈ മതേതരത്വം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും ഈ വെസ്റ്റേൺ സെക്യുലറിസം, അതായത് മതവും ഭരണകൂടവും തമ്മിലൊരു പൂർണ്ണമായ വേർതിരിവ്, അതാണ് ഓർമ്മ വരിക.
ഇന്ത്യൻ മതേതരത്വം അതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയാറുണ്ടല്ലോ, അതെങ്ങനെയാണ്? വളരെ ശരിയാണ്. ഇന്ത്യൻ മതേതരത്വം എന്നു പറഞ്ഞാൽ ഒന്നാമതായി ഭരണകൂടത്തിന് ഒരു ഔദ്യോഗിക മതം പാടില്ല. ഓക്കെ? രണ്ടാമത് എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കണം. ശരി. എന്നാൽ ഈ പാശ്ചാത്യ രീതി പോലെ മതവും ഭരണകൂടവും തമ്മിലൊരു ഒരു പൂർണ്ണമായ വേർതിരിവ്, ഒരു മതിൽക്കെട്ട് ഇവിടെയില്ല. പകരം ഭരണകൂടം മതപരമായ കാര്യങ്ങളിൽ ഒരു തത്വപരമായ അകലം, അതായത് പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ് ആണ് പാലിക്കുന്നത്. എന്നുവെച്ചാൽ സാമൂഹ്യനീതിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഷ്കാരങ്ങൾക്കോ വേണ്ടി ആവശ്യമെങ്കിൽ ഭരണകൂടത്തിന് മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ഭരണഘടന തന്നെ അധികാരം നൽകുന്നുണ്ട്. അതൊരു പ്രധാന വ്യത്യാസമാണ്. അതുപോലെ ഈ സോഷ്യലിസം എന്ന വാക്കിനും ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു പ്രത്യേക അർത്ഥമാണോ? കാരണം പഴയ സോവിയറ്റ് യൂണിയനിൽ അല്ലെങ്കിൽ ചൈനയിലൊക്കെ പറയുന്ന പോലത്തെ ഒരു സോഷ്യലിസം അല്ലല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അല്ലേ. ഇന്ത്യയിലെ സോഷ്യലിസം എന്ന് വെച്ചാൽ എല്ലാ ഉൽപ്പാദനോപാധികളും സ്റ്റേറ്റിന്റെ കയ്യിലായിരിക്കണം എന്നുള്ള ആ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. മറിച്ച് രാജ്യത്തെ അസമത്വങ്ങൾ കുറയ്ക്കുക, എല്ലാവർക്കും സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു ക്ഷേമരാഷ്ട്രം, വെൽഫെയർ സ്റ്റേറ്റ് കെട്ടിപ്പടുക്കുക എന്നതാണ്. ഓക്കെ. ഈ ആശയം നമ്മുടെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വളരെ വ്യക്തമായി കാണാൻ പറ്റും. വികസനത്തിന്റെ ഗുണഫലങ്ങൾ താഴെത്തട്ടിൽ വരെ എത്തണം. അതാണ് ഇതിന്റെ പിന്നിലെ പ്രധാന ആശയം. ശരി ശരി. അപ്പോ ഈ വാക്കുകൾക്ക് ചരിത്രപരവും തത്വപരവുമായ പല മാനങ്ങളുണ്ട്. ഇതിന്റെ ഒരു നിയമപരമായ വശം എങ്ങനെയാണ്? ഈ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം അഥവാ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെ, അതാണ് ഇതിന്റെ നിയമപരമായൊരു കാതൽ എന്ന് പറയാം. 1973 ആ ചരിത്രപരമായ കേശവാനന്ദ ഭാരതി കേസുണ്ടല്ലോ, അതെ, അതിലാണ് സുപ്രീം കോടതി ആ ഒരു സുപ്രധാന സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. അതായത് പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനൊക്കെ അധികാരമുണ്ട്, പക്ഷേ അതിന്റെ അടിസ്ഥാന ഘടനയെ മാറ്റാൻ കഴിയില്ല. ഓക്കെ. പിന്നീട് 1994 SR ബൊമ്മൈ കേസ് വന്നു. ആ കേസിൽ കോടതി വളരെ വ്യക്തമായി പറഞ്ഞു, ഈ മതേതരത്വം ഭരണഘടനയുടെ മാറ്റാൻ കഴിയാത്ത അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് എന്നു. അപ്പോൾ അതിനൊരു വലിയ നിയമപരമായ സംരക്ഷണവും കിട്ടി. മനസ്സിലായി. അപ്പോൾ ഒരു ഭാഗത്ത് ഇത് അടിയന്തരാവസ്ഥയിൽ ചേർത്തതാണ്, യഥാർത്ഥ ആമുഖത്തിലില്ലായിരുന്നു. പിന്നെ ഈ ആശയങ്ങളൊക്കെ ഭരണഘടനയുടെ മറ്റു ഭാഗങ്ങളിൽ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആമുഖത്തിൽ ഇത് ആവർത്തിക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള വാദങ്ങൾ. അതെ. മറുഭാഗത്ത് ഇത് ഭരണഘടനയുടെ ഒരു ആത്മാവ് പോലെയാണ്, മതേതരത്വം അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, പതിറ്റാണ്ടുകളായി ഇതിന് നിയമപരമായ അംഗീകാരമുണ്ട് എന്നുള്ള വാദങ്ങളും. അതെ, ഈ രണ്ട് തലങ്ങളിലാണ് പ്രധാനമായും ഈ സംവാദം ഇങ്ങനെ മുന്നോട്ടു പോകുന്നത്. അപ്പോൾ ഈ വാദപ്രതിവാദങ്ങൾക്കൊക്കെ അപ്പുറം എന്താണ് ഈ ചർച്ചയുടെ ഒരു വലിയ പ്രാധാന്യം? ഇത് വെറും രണ്ട് വാക്കുകളെക്കുറിച്ചുള്ള ഒരു തർക്കം മാത്രമാണോ? ഒരിക്കലുമല്ല. ഈ വാക്കുകളെന്ന് പറയുന്നത് വെറും അക്ഷരങ്ങളല്ല. ഇത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന സ്വഭാവം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ ആശയപരമായ പോരാട്ടത്തിന്റെ ചിഹ്നങ്ങളാണ്. അതായത് നമുക്ക് ഭരണഘടനാപരമായ ഒരു പൗരദേശീയതയാണോ വേണ്ടത്, അതോ ഏതെങ്കിലും ഒരു പ്രത്യേക സാംസ്കാരികമോ മതപരമോ ആയ ഒരു സ്വത്വത്തിലൂന്നിയ ദേശീയതയാണോ ഇന്ത്യ പിന്തുടരേണ്ടത് എന്ന ഒരു മൗലികമായ ചോദ്യം ഇതിന്റെയൊക്കെ പിന്നിലുണ്ട്. ശരിയാണ്. മതേതരം എന്ന വാക്ക് ഇന്ത്യയുടെ ആ വൈവിധ്യത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിനെയും, സോഷ്യലിസ്റ്റ് എന്ന വാക്ക് നമ്മുടെ വികസനവും സാമൂഹിക നീതിയും എങ്ങനെ ഉറപ്പാക്കണം എന്നതിനെയും കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. സ്വാഭാവികമായും ഇത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, അവരുടെ ഭരണഘടനാപരമായ ഉറപ്പുകൾ, പിന്നെ സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൽ ഭരണകൂടത്തിന് എന്തു പങ്കാണുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ ചർച്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയൊക്കെ നിലവിലുണ്ടെങ്കിലും ഈ വാക്കുകൾ ആമുഖത്തിൽ തന്നെ തുടരുമെന്ന് ഉറപ്പാണെങ്കിലും ഈ സംവാദം അങ്ങനെ അങ്ങ് അവസാനിക്കില്ല അല്ലേ? നിയമപരമായി നോക്കിയാൽ തൽക്കാലത്തേക്ക് ഒരു വ്യക്തതയുണ്ട്. മതേതരത്വം അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ്, അതുകൊണ്ടത് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംവാദം നിയമം എന്നതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയപരവും ആശയപരവുമാണ്. അതുകൊണ്ട് ഇത് തുടരാനാണ് സാധ്യത. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആത്യന്തികമായ മൂല്യങ്ങൾ,
സമത്വം, നീതി, സ്വാതന്ത്ര്യം, സാഹോദര്യം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നതാണ്. വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്, പക്ഷേ അതിനേക്കാൾ പ്രധാനം അവ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്നതാണ്. തീർച്ചയായും. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു അവസാന ചിന്ത പങ്കുവച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഭരണഘടനയിലെ ഈ 2 വാക്കുകളെക്കുറിച്ചുള്ള ഈ നിരന്തരമായ സംവാദങ്ങൾ, ഇതൊരു പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെയും ഈ രാജ്യത്തെ നിങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള ചിന്തകളെയുമൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ?